പുലർവേളയിലെ പാതി വിരിഞ്ഞൊരു പൂവാണോ പൂമധു തൂകും ഒരിലത്തുമ്പിലെ കാതരമാമൊരു നിനവാണോ കാതരമാമൊരു നിനവാണോ അർത്ഥനിമീലിത മിഴികളുമായി നീ സ്വപ്നങ്ങൾ കാണുവതാരേ പൊന്നിളം കോച്ചുള്ളിൽ നടവാടിയൻ ഇവൻ വീണ്ടും വന്നു. ഇവനായി ഇന്ന് ഞാൻ നില്ലടേ. സുധാമണിയുടെ വീട്ടിലെ നിനക്കെന്താടെ കാര്യം? നീ ഇടക്കിടക്ക് ഇങ്ങനെ കയറി ഇറങ്ങണല്ല. നിന്നോട് കടാ നിൽക്കാൻ പറഞ്ഞത്. നീയൊക്കെ ഇങ്ങനെ വായി നോക്കി ഇരുന്നോടെ. എന്താടാ, എന്ത് പറ്റി? ഞാൻ 2-3 ദിവസം മുമ്പ് പറഞ്ഞത് തന്നെ. സുധാമണിയുടെ വീട്ടില് മറ്റവൻ വീണ്ടും വന്ന് 2-3 തവണ വിരട്ടി വിട്ടതാ. അതിന് നമുക്ക് പലഹാരമുണ്ടാക്കാം. ഇനി അവൻ വന്ന നീ നമ്മളെ കൂടെ വിളി. പിന്നല്ലാതെ. നിന്റെ പേരെന്താടാ? അരവിന്ദ്. ഇവിടെ എന്താ പരിപാടി? പരിപാടിയോ? എന്ത് പരിപാടി? മനസ്സിലായില്ല. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ, സുധാമയുടെ ഭർത്താവില്ലാതെ നേരം നോക്കി ഇവിടെ കയറി ഇറങ്ങരുതെന്ന്. നിന്റെ സ്ഥലം എവിടെ? എവിടെയോ ആയിക്കോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളൊക്കെ ആരാ? എന്താ അരവിന്ദ്? അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ 2 ആളെയും കൂട്ടി വന്നു എന്നെ. നിന്നെ എന്താ ചേട്ടന്മാരെ, സുഖം തന്നെയല്ലേ? ഇതെന്റെ സുഹൃത്താണ് അരവിന്ദ്, നഴ്സാണ്. പിന്നെ കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയുണ്ട് സതീഷേട്ടാ വിശേഷങ്ങൾ? കുറെ ആയല്ലോ കണ്ടിട്ട്. അല്ല, ഞാൻ ബിന്ദുവിന് എന്നോടിപ്പോഴും പിണക്കമാണെന്ന് തോന്നുന്നു. എനിക്ക് സുഖമില്ലാത്ത കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? അല്ല, എന്താ അസുഖം? ക്യാൻസറിന്റെ ചികിത്സയിലാണിപ്പോ. സുധാമണി, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളറിയാതെ. അത് സാരമില്ല. സുധാമണി ജയിച്ചെന്തിന് വരാറായില്ലേ? സുധാമണിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം. താങ്ക് യു ചേട്ടാ. എന്നാ ഞങ്ങൾ പൊയ്ക്കോട്ടെ. ഞാനും ബിന്ദുവും കൂടെ പിന്നോട് വരാം. ശരി.
എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ, വരാം. എന്തോന്നോടെ രണ്ടും കൂടെ ഇത്ര ചർച്ച? ഞങ്ങൾ സുധാമണിയുടെ കാര്യം പറയായിരുന്നു. മുമ്പ് എന്തൊരു സുന്ദരിയായിരുന്നു. ആരെങ്കിലും വിചാരിച്ചു ഇപ്പൊ ഇങ്ങനെ ആവുമെന്ന്? അല്ലെങ്കിൽ പണ്ടേ നിനക്ക് അവൾ സോഫ്റ്റ് കോർ ഉള്ളതാ. പിന്നെ വേറൊരു സംഭവമുണ്ട്. എന്ത് സംഭവം? അല്ല അത് പിന്നെ നീ കാര്യം പറ സതീശ. അത് വയലിന്റെ അക്കരെ താമസിക്കുന്ന മറ്റേ മിനിയുടെ വീട്ടിൽ ഒരാൾ സ്ഥിരമായി കയറി ഇറങ്ങുന്നു ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. എടാ സതീശ, നീ പോ മോനെ സതീശ.